രാജ്യത്തെ പ്രഥമ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് മദർ പോർട്ടായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ എക്സിംഗ് പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമായി. ചൊവ്വാഴ്ച രാവിലെ 10:45 നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നറിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചതോടെയാണ് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. ഇന്ത്യയുടെ സമുദ്ര വ്യാപാര ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കുന്ന ഈ നിമിഷത്തിന് വിഴിഞ്ഞം തുറമുഖം സാക്ഷ്യം വഹിച്ചു. ഇക്കാര്യങ്ങൾക്ക് ഇത്രയും കാലം ഇന്ത്യ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് സിംഗപ്പൂർ, കൊളംബോ തുറമുഖങ്ങളെയായിരുന്നു. ഇനി സ്വന്തം തുറമുഖത്തിലൂടെ കുറഞ്ഞ ചിലവിൽ നടത്താം. അതോടെ വലിയ വരുമാന ലാഭമാണ് കാത്തിരിക്കുന്നത്. തുറമുഖ പ്രവർത്തനങ്ങളുടെ തുടക്കം വലിയ ആഘോഷമാക്കപ്പെട്ടെങ്കിലും ഉദ്ഘാടന വേദിയിലെ പ്രമുഖരുടെ അസാന്നിധ്യം വാർത്താ ശ്രദ്ധ നേടി. ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്ന കേന്ദ്ര തുറമുഖ സൗകര്യ വികസന മന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി പങ്കെടുക്കേണ്ടിയിരുന്ന കേന്ദ്രമന്ത്രിയുടെ അസാന്നിധ്യം ചടങ്ങിൽ പ്രകടമായി. കേന്ദ്രമന്ത്രിക്ക് പുറമെ പ്രാദേശിക ഭരണകൂടത്തിന്റെ തലവനായ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷും ചടങ്ങിൽ പങ്കെടുത്തില്ല. പ്രോട്ടോകോൾ പ്രകാരവും പ്രാദേശിക പ്രാധാന്യം കണക്കിലെടുത്തും മേയറുടെ സാന്നിധ്യം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹം വിട്ടുനിൽക്കുകയായിരുന്നു. കേന്ദ്രമന്ത്രിയും മേയറുമടക്കമുള്ള BJP നേതാക്കളുടെ അസാന്നിധ്യത്തിന് പിന്നിലെ രാഷ്ട്രീയവും ഭരണപരമായ കാരണങ്ങൾ ചർച്ചയാകുന്നുണ്ട്. വന്ദേമാതരം വിഷയത്തിലെ അതൃപ്തിയാണ് ഇതിലൂടെ BJP അറിയിക്കുന്നതെന്ന വാദം ഉയർന്നു കഴിഞ്ഞു. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ വി.ഡി. സതീശൻ സർക്കാർ വന്ദേമാതരം ഒരു വരി പോലും ആലപിച്ചിരുന്നില്ല. ഇടതു നേതാക്കളും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. തുറമുഖ നിർമ്മാണത്തിനും നടത്തിപ്പിനും നേതൃത്വം നൽകുന്ന അദാനി ഗ്രൂപ്പിന്റെ തലവൻ ഗൗതം അദാനിയും മകൻ കരൺ അദാനിയോ വേദിയിൽ സന്നിഹിതരായിരുന്നില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. തുറമുഖത്തിന്റെ വാണിജ്യപരമായ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും അദാനി ഗ്രൂപ്പ് ഉന്നതരുടെ അസാന്നിധ്യം വലിയ സംശയങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറന്നിട്ടുണ്ട്. പ്രമുഖരുടെ വിട്ടുനിൽക്കലുകൾക്കിടയിലും ചരിത്രപരമായ ചരക്കു നീക്കത്തിനാണ് വിഴിഞ്ഞം സാക്ഷ്യം വഹിച്ചത്. സ്പെയിനിലെ വലൻസിയയിലേക്ക് അയച്ച ആദ്യ കയറ്റുമതി കണ്ടെയ്നർ വിജയകരമായി ഫ്ളാഗ് ഓഫ് ചെയ്തു. നേരത്തെ വിജയകരമായി പൂർത്തിയാക്കിയ ട്രയൽ റണ്ണിന് ശേഷമാണ് ഇപ്പോൾ ഔദ്യോഗികമായി വാണിജ്യാടിസ്ഥാനത്തിലുള്ള കയറ്റുമതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. കസ്റ്റംസ് വിഭാഗത്തിന്റെ അന്തിമ അനുമതി ലഭിച്ചതോടെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് സമ്പൂർണ്ണ എക്സിം ഹബ്ബായി മാറാൻ വഴിതെളിഞ്ഞത്. ഇനി മുതൽ അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ മദർഷിപ്പുകളിൽ നേരിട്ട് ചരക്കുകൾ കയറ്റി അയക്കാനും ഇറക്കുമതി ചെയ്യാനും വിഴിഞ്ഞത്തിലൂടെ സാധിക്കും. കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ കേരളത്തിലെ വ്യാപാരികൾക്കും വ്യവസായ മേഖലയ്ക്കും ഇത് വൻ കുതിച്ചുചാട്ടമാകും. അന്താരാഷ്ട്ര വിപണിയിലേക്ക് നേരിട്ട് ചരക്കുകൾ എത്തിക്കാൻ സാധിക്കുന്നതും ചരക്ക് കൂലിയിലും സമയത്തിലും വലിയ ലാഭമുണ്ടാക്കാൻ സഹായിക്കും. കാർഷികോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കശുവണ്ടി, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങിയ പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് വിഴിഞ്ഞത്തെ എക്സിം പ്രവർത്തനങ്ങൾ വലിയ ഊർജം പകരും. സംസ്ഥാനത്തെ കൈത്തറി, തുണിത്തരങ്ങൾ എന്നീ മേഖലകളിലെ സംരംഭകർക്കും ഈ സംവിധാനം ഏറെ പ്രയോജനപ്പെടും. വിദേശ വിപണിയിലേക്ക് അതിവേഗം ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നത് വഴി ആഗോളതലത്തിൽ മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ തദ്ദേശീയ നിർമ്മാതാക്കൾക്ക് കഴിയും. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വിദേശ വിപണികളിലേക്ക് വാതിൽ തുറക്കുകയാണ് വിഴിഞ്ഞം വഴി സാധ്യമാകുന്നത്. വിദേശ ഓർഡറുകൾ വേഗത്തിൽ പൂർത്തിയാക്കാനും വലിയ ഷിപ്പിംഗ് ഏജൻസികളുമായി നേരിട്ട് കരാറുകളിൽ ഏർപ്പെടാനും പ്രാദേശിക വ്യാപാരികൾക്ക് വഴിതെളിയും. ആഗോള സമുദ്ര വ്യാപാര പാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമെന്ന ഭൗമശാസ്ത്രപരമായ പ്രത്യേകത വിഴിഞ്ഞത്തിന് വലിയ മേൽക്കോയ്മ നൽകുന്നുണ്ട്. രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്നും വളരെ കുറഞ്ഞ ദൂരം മാത്രം മാറിയാണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത് എന്നത് ചരക്കു കപ്പലുകൾക്ക് സമയം ലാഭിക്കാൻ സഹായിക്കും. ഇന്ത്യയിലെ വ്യവസായ മേഖലയ്ക്ക് ആഗോള വിപണിയുമായി ബന്ധപ്പെടാനുള്ള പ്രധാന കവാടമായി കേരളത്തെ മാറ്റാൻ ഈ പദ്ധതിക്ക് സാധിക്കും. വിഴിഞ്ഞത്തിന്റെ വികസനം വരുന്നതോടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ലോജിസ്റ്റിക് മേഖലയിലും വൻ നിക്ഷേപങ്ങൾ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേവലം ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന നിലയിൽ നിന്നും രാജ്യത്തിന്റെ മൊത്തം എക്സിം വ്യാപാരത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അന്താരാഷ്ട്ര ഷിപ്പിംഗ് ലൈനുകൾ വിഴിഞ്ഞത്തേക്ക് സർവീസുകൾ ആരംഭിക്കും. തൊഴിലവസരങ്ങളുടെ സൃഷ്ടിയിലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും വിഴിഞ്ഞം വലിയ പങ്കുവഹിക്കും. തുറമുഖ കേന്ദ്രീകൃത വ്യവസായങ്ങളും ലോജിസ്റ്റിക് പാർക്കുകളും വരുന്നതോടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്.
ഉദ്ഘാടന ചടങ്ങിലെ രാഷ്ട്രീയ അസാന്നിധ്യങ്ങൾ ചർച്ചയാകുമ്പോഴും വിഴിഞ്ഞത്ത് നിന്ന് സ്പെയിനിലേക്ക് പുറപ്പെട്ട ആദ്യ എക്സിം കണ്ടെയ്നർ കേരളത്തിന്റെ വ്യവസായ രംഗത്തൊരു പുതിയ സുവർണ അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മിഷൻ സമുദ്രയുടെ തുടക്കം കൂടിയാണ് ഇന്ന് വിഴിഞ്ഞത്ത് നടന്നിരിക്കുന്നത്. ഈ മേഖലയിൽ വെയർ ഹൌസിംഗ്, കോൾഡ് സ്റ്റോറേജ്, കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനുകൾ, ലോജിസ്റ്റിക് പാർക്കുകൾ എന്നിവയുടെ അതിവേഗ വളർച്ചയ്ക്കും വഴിയൊരുക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. വി.ഡി. സതീശൻ സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് മിഷൻ സമുദ്ര. തുറമുഖാധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക് പദ്ധതിയാണിത്. 8 വ്യവസായ ക്ലസ്റ്ററുകൾ, 3 പുതിയ നഗരങ്ങൾ, കേരളത്തിന്റെ 600 കിലോമീറ്റർ വരുന്ന തീരപ്രദേശം എന്നിവ ഉൾക്കൊള്ളുന്ന മാരിടൈം ഇക്കണോമിക് കേന്ദ്രമായി വിഴിഞ്ഞത്തെ മാറ്റിത്തീർക്കുന്ന പോർട്ട് സിറ്റി എന്ന കാഴ്ചപ്പാടാണ് മിഷൻ സമുദ്ര. ഇതിനായി 400 കോടി രൂപയുടെ ഉത്തേജക ഫണ്ടാണ് വകയിരുത്തിയിട്ടുള്ളത്. എന്നാൽ മിഷൻ സമുദ്രയിലെ അദാനിയുടെ പങ്കാണ് ഇവിടെ ബാക്കിയാകുന്ന ചോദ്യം. വിഴിഞ്ഞം പോർട്ട് അദാനിയുടേതാണെങ്കിലും മിഷൻ സമുദ്രയുടെ ചുമതല ഇതുവരെ ആർക്കും നൽകിയിട്ടില്ല. പക്ഷെ ഇന്ന് അദാനിയുടെ സാന്നിധ്യത്തിൽ അതും തുടങ്ങിയതോടെ പ്രത്യേക ടെൻഡറോ മറ്റോ ഇല്ലാതെ തന്നെ പദ്ധതി അദാനിയെ ഏൽപ്പിച്ചോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കേരളത്തിന്റെ തീരം അദാനിക്ക് തീരെഴുതി കൊടുക്കാനാണ് വി.ഡി. സതീശന്റെ നീക്കമെന്നത് ഏറെ നാളായി ഉയരുന്ന ആരോപണമാണ്. അതിനാൽ തന്നെ മിഷൻ സമുദ്രയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം. സംസ്ഥാനത്തിന്റെ ഭാവി തന്നെ മാറ്റിയെഴുതാൻ പോകുന്ന ഒരു പദ്ധതിയാകുമ്പോൾ അത് കുറച്ചുകൂടി സുതാര്യമാക്കേണ്ടതുണ്ട്. ഏതെങ്കിലും കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വേണ്ടി നാടിനെ ഒറ്റിക്കൊടുക്കലല്ല നടക്കുന്നതെന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ സർക്കാരിന് ബാധ്യസ്ഥതയുണ്ട്. സമുദ്രവും തീരവും വൻകിട കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്ന കേന്ദ്ര സർക്കാരിന്റെ ചുവട് പിടിച്ചാണ് UDF സർക്കാരിന്റെയും നീക്കം. ഇതിനായി രഹസ്യമായും പരസ്യമായും കോർപ്പറേറ്റുകളുമായി മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് നേതൃത്വം നൽകുകയാണെന്ന ആരോപണവുമുണ്ട്.